റോബർട്ട് ഡി കിയോസാക്കിയുടെ സാമ്പത്തിക ജ്ഞാനത്തിന്റെ സാരാംശം. വിശദമായ മലയാളം വിവർത്തനം. ഭാഗം 1. പ്രധാന ഉദ്ധരണികളും തത്വങ്ങളും. 1. പാവപ്പെട്ടവരും മധ്യവർഗവും പണത്തിനായി ജോലി ചെയ്യുന്നു. പണക്കാരൻ പണത്തെ തന്റെ പക്കലേക്ക് ജോലി ചെയ്യിക്കുന്നു. സാധാരണ ആളുകൾ സ്ഥിരം ശമ്പളത്തിനായി ജോലി ചെയ്യുന്നു. പണക്കാരൻ ബിസിനസ്, നിക്ഷേപം, പാസീവ് വരുമാനം എന്നിവ വഴി പണം സ്വയം വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണം: ഒരു ജീവനക്കാരൻ മാസാവസാനം ശമ്പളത്തിനായി കാത്തിരിക്കുന്നു. ഒരു നിക്ഷേപകൻ തന്റെ പണം ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ വാടക വീടുകളിൽ നിക്ഷേപിച്ച് വർദ്ധിപ്പിക്കുന്നു. 2. പണം ഒരു മായാദൃശ്യം മാത്രമാണ്. യഥാർത്ഥ സമ്പത്ത് നിങ്ങളുടെ മനസ്സാണ്. പണം ഒരു ഉപകരണം മാത്രമാണ്, ലക്ഷ്യമല്ല. യഥാർത്ഥ സമ്പത്ത് എന്നത് ആശയങ്ങൾ, നിക്ഷേപങ്ങൾ, സൃഷ്ടിപരത എന്നിവയിൽ നിന്നാണ് വരുന്നത്. ഭാഗം 2. 2 പിതാക്കന്മാർ, 2 ആലോചനാഗതികൾ. 1. പാവപ്പെട്ട പിതാവ്, പുവർ ഡാഡ്. പശ്ചാത്തലം: ഉന്നത വിദ്യാഭ്യാസം, സർക്കാർ ഉദ്യോഗസ്ഥൻ. മനോഭാവം: ഒരു നല്ല ജോലി കിട്ടി, സ്ഥിരതയുള്ള വരുമാനം നേടുക. പണം സമ്പാദിക്കാൻ വിദ്യാഭ്യാസം പ്രധാനമാണ്. നിക്ഷേപം അപ്രതീക്ഷിതമാണ്, സുരക്ഷിതമായ ജോലി മതി. ഫലം: എപ്പോഴും പണത്തിനായി പോരാട്ടം. 2. പണക്കാരൻ പിതാവ്, റിച്ച് ഡാഡ്. പശ്ചാത്തലം: 8ാം ക്ലാസ് മാത്രം പാസ്സായവൻ, പക്ഷേ കോടികൾ സമ്പാദിച്ചു. മനോഭാവം: പണത്തെ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിക്കുക. ആസ്തികൾ വാങ്ങുക, ഭോധവയ, കടങ്ങൾ, ധോഖോധോഡോയെ ഒഴിവാക്കുക. സ്കൂളുകൾ സാമ്പത്തിക വിദ്യാഭ്യാസം നൽകുന്നില്ല, സ്വയം പഠിക്കണം. ഫലം: സാമ്പത്തിക സ്വാതന്ത്ര്യം. ഭാഗം 3. എലിച്ചാട്ടം, ദ റാറ്റ് വിവൻ, ഒരു ദുഷ്ടചക്രം. എന്താണ് എലിച്ചാട്ടം? പാറ്റേൺ: ജോലി ചെയ്യുക, ബില്ലുകൾ അടയ്ക്കുക, കൂടുതൽ ജോലി ചെയ്യുക, വീണ്ടും ബില്ലുകൾ. കാരണം: ഭയം, ബില്ലുകൾ, കടങ്ങൾ, ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക. അത്യാഗ്രഹം: ഫോൺ, കാർ, വീട് എന്നിവയ്ക്കായി കടം വാങ്ങൽ. എങ്ങനെ എലിച്ചാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാം? 1. ആസ്തികൾ വാങ്ങുക, ഭവ്യ, വാടക വീടുകൾ, ഷെയറുകൾ, ബിസിനസ്സുകൾ. 2. കടങ്ങൾ കുറയ്ക്കുക, ധോഖോധോഡോയ്, കടം വാങ്ങി വാഹനം, വീട് വാങ്ങരുത്. 3. പാസീവ് വരുമാനം സൃഷ്ടിക്കുക, ഒരു ജോലി മാത്രം ആശ്രയിക്കാതെ മറ്റു വരുമാന മാർഗങ്ങൾ തേടുക. ഭാഗം 4. റോബർട്ടിന്റെ ബാല്യകാല പാഠങ്ങൾ. 1. 10 സെന്റ് ജോലിയിലൂടെയുള്ള പഠനം. പണക്കാരൻ പിതാവ് റോബർട്ടിനെയും മൈക്കിനെയും മണിക്കൂറിൽ 10 സെന്റ് വേതനത്തിൽ ജോലി ചെയ്യിച്ചു. പാഠം: പണത്തിനായി ജോലി ചെയ്താൽ നിങ്ങൾ എപ്പോഴും ഒരേ സ്ഥലത്തായിരിക്കും. ജോലി ഉപേക്ഷിച്ചപ്പോൾ മാത്രമേ അവർക്ക് ഒരു ബിസിനസ് അവസരം കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. 2. കോമിക് ലൈബ്രറി ബിസിനസ്. റോബർട്ടും മൈക്കും വാടകയ്ക്ക് കോമിക് പുസ്തകങ്ങൾ നൽകി ഒരു ചെറിയ ലൈബ്രറി തുടങ്ങി. പാഠം: പണം സ്വയം വർദ്ധിപ്പിക്കാൻ ബുദ്ധി ഉപയോഗിക്കുക. ജോലി ചെയ്യാതെ തന്നെ പണം സമ്പാദിക്കാം, പാസീവ് വരുമാനം. ഭാഗം 5. പ്രധാന തത്വങ്ങളുടെ സംഗ്രഹം. തത്വം വിശദീകരണം. 1. പണത്തിനായി ജോലി ചെയ്യരുത്, പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണം. ബിസിനസ്, നിക്ഷേപം. 2. ആസ്തികൾ വേഴ്സസ് കടങ്ങൾ. ആസ്തികൾ, വരുമാനം നൽകുന്നവ, വർദ്ധിപ്പിക്കുക. കടങ്ങൾ, ചെലവുകൾ ഒഴിവാക്കുക. 3. എലിച്ചാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുക, ജോലി ബിൽ ജോലി എന്ന ചക്രം തകർക്കുക. 4. സാമ്പത്തിക വിദ്യാഭ്യാസം. സ്കൂളുകൾ പണം കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല, സ്വയം പഠിക്കണം. 5. മനസ്സിനെ പരിശീലിപ്പിക്കുക, പണം ഒരു ഉപകരണം മാത്രമാണ്, യഥാർത്ഥ സമ്പത്ത് ആശയങ്ങളിൽ നിന്നാണ്. ഉപസംഹാരം. റോബർട്ട് ഡി കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് പുസ്തകത്തിന്റെ കാതലായ സന്ദേശം: പണത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആശയത്തിലേക്ക് മാറ്റുക, ജോലിയിലേക്ക് അല്ല. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ജോലി ചെയ്യാതെ തന്നെ ജീവിക്കാനാകുന്ന സാധ്യതയാണ്. ഒരു ചോദ്യം സ്വയം ചോദിക്കുക: ഞാൻ ഇന്ന് എന്റെ പണത്തെ എന്റെ വേണ്ടി ജോലി ചെയ്യിക്കാൻ എന്തു ചെയ്തു? ഈ തത്വങ്ങൾ പിന്തുടർന്നാൽ നിങ്ങളും പണക്കാരൻ ആകാം.